ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കുക്കറിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ചിക്കൻ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് പത്തിരിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ അതുപോലെ തന്നെ വെള്ളപ്പത്തിൻ്റെ കൂടെ അടിപൊളി കോംബോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് കുറുമ എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് കണ്ടാലോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കുറുമയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുക്കർ എടുത്തിട്ട് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 ഏലക്കായ, 3 ഗ്രാമ്പൂ, പിന്നെ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട. ഇതൊന്ന് മൂത്തതിന് ശേഷം ഒരു നല്ലൊരു സ്മെല്ല് വരും കേട്ടോ. ആ സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഓരോ ടീസ്പൂൺ വീതം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് ചെറുതായിട്ടൊരു ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സവാള ഒരു 1.5 സവാളയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ ഞങ്ങൾക്ക് 2 സവാള വരെ എടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി കനം കുറച്ച് അരിഞ്ഞതായിരിക്കണം. കൂടെ തന്നെ 3-4 പച്ചമുളക് നെടുകെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ മുളക് പൊടിയോ ചിക്കൻ മസാല അങ്ങനത്തതൊന്നും ചേർക്കാത്തതുകൊണ്ട് മുളകിൻ്റെയും കുരുമുളക് പൊടിൻ്റെയും ഒരു എരിവ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അതിലേക്ക് 2 കറിവേപ്പില കൂടെ ഇട്ട് കൊടുത്തിട്ട് 2 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം. നമുക്കിത് മിക്സിയിലിട്ട് അടിക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പോൾ നന്നായിട്ട് നമുക്ക് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് വേണ്ട മസാല. അപ്പോൾ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി മല്ലിപ്പൊടി വേണ്ട, കുറുമ നല്ല വൈറ്റ് കളറിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. മല്ലിപ്പൊടി ചേർക്കുമ്പോഴാണ് നമ്മുടെ കുറുമക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൂടെ കിട്ടുന്നത്. അതുകൊണ്ട് ഞാനൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് കേട്ടോ ഇനി നമ്മൾ തക്കാളി ചേർക്കുന്നത്. അധികം പഴുക്കാത്ത ചെറിയൊരു തക്കാളി 4ആയിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒക്കെ കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലയൊക്കെ ഒന്ന് പിടിക്കോളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം കേട്ടോ. അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമ്മളിനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നത് കൊണ്ട് ഒരുപാട് വെള്ളം അങ്ങോട്ട് ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്കിത് ഒരൊറ്റ വിസിൽ മതി കേട്ടോ. കുക്കറിൽ ഒരൊറ്റ വിസിൽ അടിച്ചാൽ തന്നെ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. 1 വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് എയർ ഒന്ന് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 1.5 കപ്പോളം തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ചെറിയ ഉള്ളി, ഒരു 1/4 ടീസ്പൂണോളം പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്. ഇനി അല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമ്മുടെ തേങ്ങ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നല്ലവണ്ണം അരയണം കേട്ടോ. അതിനുശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കനിലേക്ക് തേങ്ങ ഒഴിച്ചതിന് ശേഷം ഒരുപാട് നേരമൊന്നും തിളപ്പിക്കരുത് കേട്ടോ. ഈ ഒരു തിള വരുന്ന സമയത്ത് നമുക്ക് ഒരല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കുറച്ചധികം മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സമയത്ത് ഇത് ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കറിക്ക്. ഇനി കറിക്ക് കുറച്ചുകൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ചേർക്കുന്ന സമയത്ത് 1 ഉരുളക്കിഴങ്ങ് കൂടെ കട്ട് ചെയ്തിട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കുറുമ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം.